Good morning everyone. Aifer Educationന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാജിക്കൽ സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ UGC NET 2024 ജൂണിൽ ക്രാക്ക് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തന്നിട്ടുണ്ട്. ആ മാജിക് നിങ്ങളുടെ കയ്യിലാണുള്ളത്. ആ മാജിക് ഉപയോഗിച്ചിട്ടാണ് ഇനി നമ്മൾ അടുത്ത കാര്യങ്ങൾ ഓരോന്നായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ സ്ലൈഡ്സ്, ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് അബൌട്ട് സം ഇമ്പോർട്ടൻറ്റ് തിങ്സ് അബൌട്ട് ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം. അപ്പോൾ നമ്മൾ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിറ്റററി തിയറിയും അതേപോലെ തന്നെ ലിറ്റററി ക്രിറ്റിസിസവും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ലിറ്റററി ക്രിറ്റിസിസം പഠിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും, എന്താണ് ഈ ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം എന്നാണുള്ളത്. ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്ന സമയത്ത് ഈ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ വർക്കിനെ കുറിച്ച് ഓരോ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലിറ്റററി ക്രിറ്റിസിസത്തിനകത്ത് വരുന്നത്. ഈ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ് ലിറ്റററി ക്രിറ്റിസിസത്തിൽ. ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ഒരു സിനിമ നമ്മൾ ക്ലാസിക് പടമാണെന്നൊക്കെ പറയാറുണ്ട്, ഒരു ക്ലാസിക് ആണ് ആ ബുക്ക് എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ ലിറ്റററി ക്രിറ്റിസിസത്തിലും ഒരു ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം ഉണ്ട്, അല്ലെങ്കിൽ ആൻഷ്യൻ ലിറ്റററി ക്രിറ്റിസിസം എന്ന് നമുക്ക് പറയാം. ആൻഷ്യൻറ്റ്, ഓക്കെ, അതായത് കുറേ മുൻപുള്ളതാണ് ഈ ഒരു ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം. അതാണ് നമ്മളൊരു ലിറ്ററേച്ചറിൻ്റെ അകത്ത്, നമ്മളിപ്പോൾ ഒരു പോയിട്രി ആയിക്കോട്ടെ, ഒരു ഡ്രാമ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഏത് ലിറ്റററി വർക്ക് ആയി കഴിഞ്ഞാലും അതിനകത്ത് നമുക്കൊരു ക്ലാസിക്കൽ ആണെന്ന് പറയുന്നത് അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു പോയിട്രി ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയാറില്ലേ നമ്മൾ. അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആൻഷ്യൻ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുന്നതും സെയിം ആണ്. ഓക്കെ, ദെൻ നോക്കൂ, ഇമ്പോർട്ടൻറ്റ് ലിറ്റററി ക്രിറ്റിക്സ്. നമുക്ക് ആദ്യം ഇത് ജസ്റ്റ് എങ്ങനെയാണെന്നൊന്ന് വായിച്ചു നോക്കാം, അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നോക്കൂ, ഇമ്പോർട്ടൻറ്റ് ലിറ്റററി ക്രിറ്റിക്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് പ്ലേറ്റോ. പ്ലേറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂൾസിലൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളൊരു പേരാണ് പ്ലേറ്റോ. സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻ്റ് ആണ് ആര്? സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ പ്ലേറ്റോ. യെസ്. ദെൻ പ്ലേറ്റോയുടെ സ്റ്റുഡൻ്റ് ആണ് അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്, നമ്മൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. ദെൻ വി ഹാവ് ഹൊറേസ് ആൻഡ് ലോഞ്ചൈനസ്. അപ്പോൾ നമുക്ക് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹൊറേസ്, ലോഞ്ചൈനസ് എന്ന് പറഞ്ഞിട്ട് 4 ലിറ്റററി ക്രിറ്റിക്സ്, ആൻഷ്യൻ ലിറ്റററി ക്രിറ്റിക്സ് അഥവാ ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു 4 ലിറ്റററി ക്രിറ്റിക്സിന് പുറമെ നമുക്ക് ഹെസിയഡ് എന്ന് പറയുന്ന ഒരു ലിറ്റററി ക്രിറ്റിക് ഉണ്ട്, അതേപോലെ തന്നെ ഡാൻറ്റയുണ്ട്, അതേപോലെ ക്വിൻറ്റീലിയനും നമുക്ക് ഉണ്ട്. എന്നാലും നമ്മൾ ഈ ഒരു 4 പേരെയാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത്: പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹൊറേസ് ആൻഡ് ലോഞ്ചൈനസ്. ക്ലിയർ? ദെൻ പ്ലേറ്റോ എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ലിറ്റററി ക്രിറ്റിക്കിനെ കുറിച്ചാണ് നമ്മളൊന്ന് പറയാൻ വേണ്ടി പോകുന്നത്. പ്ലേറ്റോ 427 to 347 BC. Plato was an ancient Greek philosopher. In Athens, Plato founded the academy. Important ആണ്. Okay, നോക്കൂ, the academy. Plato was the first Greek philosopher who systematically expressed his views on art and poetry. അപ്പോൾ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. Plato was the first Greek philosopher who systematically expressed his views on art and poetry. ആദ്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഈ ആർട്ടിനെ കുറിച്ചും അതേപോലെ പോയട്രീനെ കുറിച്ചും വ്യൂസ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള വ്യക്തി ആരാണ്? നമ്മുടെ പ്ലേറ്റോ ആണ്. ഓക്കെ, ദെൻ ഹിസ് നോട്ടബിൾ വർക്ക്സ് ദ റിപ്പബ്ലിക് ആൻഡ് ദി സിംപോസിയം. Plato raised 3 objections to poetry.
poetry is not ethical. Very important. Poetry is not ethical, philosophical and pragmatic. ഇതാണ് അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. Plato raised 3 objections to poetry. Poetry is not ethical, poetry is not philosophical and not pragmatic എന്നുള്ള പോയിന്റ് ആണ് പ്ലേറ്റോയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം എന്നുള്ള ഒരു വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കി കാണേണ്ട കാര്യം. ദെൻ നോക്കൂ, അപ്പൊ ഇതിൽ ഈ പ്ലേറ്റോനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്ലേറ്റോ വാസ് an ancient Greek philosopher. Then in Athens, Plato founded the academy. First point, we have the academy. The academy was founded by Plato in Athens. Then Plato was the first Greek philosopher who systematically expressed his views on art and poetry. That is also important, the second point. Then notable works, the Republic, the third point, and Symposium, fourth point. റിപ്പബ്ലിക് അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്കാണ്, ഫേമസ് വർക്കാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. സിംപോസിയം അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് വർക്കാണ്. ദെൻ പ്ലേറ്റോ റേസ്ഡ് 3 objections to poetry. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലേറ്റോയുടെ ക്രിറ്റിസിസം പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടത്. പോയട്രി ഈസ് നോട്ട് എത്തിക്കൽ എന്ന് പറഞ്ഞു. ഒരു എത്തിക്സ് ഫോളോ ചെയ്യുന്നില്ല പോയട്രി എന്നാണ് പ്ലേറ്റോ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പോയട്രി അങ്ങനെ ഫിലോസഫിക്കൽ അല്ല, പോയട്രിക്ക് അത്രമാത്രം ഫിലോസഫിക്കൽ വാല്യൂസ് കൊടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമതായിട്ട് പ്ലേറ്റോ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പ്രാഗ്മാറ്റിക്, അതൊക്കെ പ്രാക്ടിക്കൽ അല്ല. അതേപോലെ തന്നെ ഗോഡിനെ ഒക്കെ ഡിസ്ഗ്രേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ പ്ലേറ്റോ റേസ്ഡ് 3 objections to poetry. Poetry is not ethical, not philosophical and pragmatic. Not pragmatic എന്നുള്ള വ്യൂവും കൂടെ നമ്മൾ ഓർത്തിരിക്കണം പ്ലേറ്റോനെ കുറിച്ച് പറയുന്ന സമയത്ത്. അദ്ദേഹത്തിൻ്റെ അക്കാഡമി, ദെൻ ഹിസ് നോട്ടബിൾ വർക്ക്സ്, സിംപോസിയം ആൻഡ് ദ റിപ്പബ്ലിക്, ഇത്രയും കാര്യങ്ങൾ പ്ലേറ്റോ എന്ന് പറയുന്ന ക്രിട്ടിക്കിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ട പോയിന്റ്സ് ആണ് ഇത്രയും കാര്യങ്ങൾ. അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളും വേണം. ഇതിൽ കൂടുതൽ നമുക്ക് പ്ലേറ്റോനെ കുറിച്ച് പഠിക്കാനുണ്ട്, എന്നാൽ പോലും ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് പ്ലേറ്റോനെ കുറിച്ച് ഉണ്ടായിരിക്കണം. Okay, now let's move on to the next slide. Yes, look at this. Here we have our Aristotle. Yes, Aristotle 384 to 322 BC. അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി അരിസ്റ്റോട്ടലിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാം. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന നമ്മൾ പറയുന്ന സമയത്ത് അരിസ്റ്റോട്ടിൽ ലിറ്ററേച്ചർ സ്റ്റുഡൻസിന് ഓർമ്മ വരിക പോയറ്റിക്സ് എന്ന് പറയുന്ന വർക്കിന്റെ മുകളിലാണ് നമ്മൾ ആദ്യം തന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുക, അല്ലേ? നമ്മളെ ഉള്ളിലൊക്കെ എപ്പോഴും അരിസ്റ്റോട്ടലിനെ പറയുന്ന സമയത്ത് 26 chapters ഉള്ള പോയറ്റിക്സ് ആണ് പെട്ടെന്ന് വരിക. അതിനകത്ത് എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്? ട്രാജഡി ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഡ്രാമേനെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ പോയട്രീനെ കുറിച്ച് പറയുന്നുണ്ട്, ഡിക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, എപ്പിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പോയറ്റിക്സ് എഴുതിയിട്ടുള്ള മഹാനായ വ്യക്തിയാണ് ആര്? നമ്മുടെ അരിസ്റ്റോട്ടിൽ. നോക്കൂ, യെസ്, Aristotle 384 to 322 BC. Then Aristotle was an ancient Greek philosopher and polymath. Aristotle made important contributions to logic, criticism, rhetoric, physics, biology, psychology, etc. നോക്കൂ, ഇതിനകത്ത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് പറയുമ്പോൾ ലോജിക്കിലും ക്രിറ്റിസിസിലും റെട്രിക്കിലും ഫിസിക്സിലും ബയോളജിയിലും അതേപോലെ സൈക്കോളജിയിലും വരെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ക്രിട്ടിക്കിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് അദ്ദേഹം തൊടാത്ത ഒരു മേഖലയും ഇല്ല. ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ ലിറ്ററേച്ചറിലുണ്ട്, സയൻസിലേക്ക് വരുമ്പോൾ ഫിസിക്സിലും അതേപോലെ ബയോളജിയിലും ഉണ്ട്, അതേപോലെ സൈക്കോളജിയിലുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലേക്കും ഒരു അദ്ദേഹത്തിൻ്റെതായ ഒരു വിരലടയാളം ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് ആര്? നമ്മുടെ അരിസ്റ്റോട്ടിൽ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലിറ്ററേച്ചറിൽ എന്ന്. ഓക്കെ, ദെൻ he was a student of Plato for 20 years. നമ്മൾ നേരത്തെ പ്ലേറ്റോനെ കുറിച്ച് പറഞ്ഞു. ഈ അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു 20 വർഷത്തോളം. അതേപോലെ തന്നെ ഈ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും തമ്മിൽ
ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡിബേറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് മുന്നോട്ട് ക്രിറ്റിസിസം പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടിയും ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ദെൻ നോട്ടബിൾ വർക്ക്സ് ആണ് നമുക്ക് പോയറ്റിക്സ്, അതേപോലെ റെട്ടറിക്. ഈ രണ്ട് വർക്കാണ് അരിസ്റ്റോട്ടലിന്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആയിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലേറ്റോന്റെ വർക്ക്സ് ഏതൊക്കെയായിരുന്നു? ഒന്ന് സിംപോസിയം, ദെൻ ദ റിപ്പബ്ലിക്, രണ്ട് വർക്ക്. ദെൻ ഇതിൽ നോട്ടബിൾ വർക്ക്സ് ഓഫ് അരിസ്റ്റോട്ടൽ എന്ന് ചോദിക്കുന്ന സമയത്ത് വി ഷുഡ് സേ പോയറ്റിക്സ് ആൻഡ് റെട്ടറിക്. ഓക്കെ, അപ്പൊ പോയറ്റിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, പോയറ്റിക്സിനകത്ത് 26 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പോയറ്റിക്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഥാസിസ്, അല്ലേ? കഥാസിസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം purgation of emotions and pity and fear arouse ചെയ്യുന്നതാണ് ഏത്? കഥാസിസ് എന്ന് പറയുന്ന വേർഡ്. നമ്മൾ എപ്പോഴും പഠിച്ചതാണ് കഥാസിസ്. നമുക്കറിയാം കഥാസിസ് എന്ന് പറഞ്ഞാൽ പോയറ്റിക്സിനകത്ത് കഥാസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അരിസ്റ്റോട്ടൽ. നമ്മളിപ്പോൾ ഒരു ഡ്രാമ കാണാൻ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫിലിം കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ഹീറോ, നമ്മുടെ മുന്നിലുള്ള ഒരു ഹീറോ ഒരു ട്രാജിക് ഫ്ലോ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇരുന്ന് കരയും, അല്ലേ? നമ്മളിങ്ങനെ ഇരുന്ന് കരയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു പ്യൂരിഫിക്കേഷൻ ആണ് നടക്കുന്നത്. നമ്മുടെ ഒരു മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ ഈ കഥാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പെർഗേഷൻ ഓഫ് ഇമോഷൻസ് എന്നാണ് ഈ കഥാസിസിനെ കൊണ്ട് അരിസ്റ്റോട്ടൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു കോൺസെപ്റ്റും കൂടി നമുക്ക് പോയറ്റിക്സിനകത്ത് അരിസ്റ്റോട്ടൽ തന്നിട്ടുണ്ട്, കഥാസിസ്. Okay, then Aristotle disagrees with Plato's remark that poetry is twice removed from reality എന്ന് പറയുന്നു. Poetry is twice removed from reality എന്നാണ് പറയുന്നത്. അത് ശരിയല്ല എന്നാണ് ആര് പറയുന്നത്? അരിസ്റ്റോട്ടിൽ പറയുന്നത്. നോക്കൂ, പ്ലേറ്റോയുടെ സ്റ്റുഡന്റ് ആയിരുന്നു അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിൽ പറയാണ് പ്ലേറ്റോ പറഞ്ഞ പോയട്രി ഈസ് ട്വൈസ് റിമൂവ്ഡ് ഫ്രം റിയാലിറ്റി എന്നുള്ളത് തെറ്റാണ്, അത് ശരിയല്ല എന്ന് പറയുന്നു നമ്മുടെ അരിസ്റ്റോട്ടിൽ. അതിന് ഒരുപാട് വാദങ്ങൾ അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. ഓക്കെ, അതൊരു പ്രൊഡക്റ്റ് ആണ്, അതൊരു ക്രിയേറ്റിവിറ്റിയുടെ പ്രൊഡക്റ്റ് ആയിട്ടാണ് വരുന്നത്, അല്ലാതെ ഒരു ഇമിറ്റേഷൻ അല്ല എന്നുള്ള ആ കാര്യം കൃത്യമായിട്ട് അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ ആ ഒരു ഈ റിമാർക്കിന് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, then next one, Horace. പ്ലേറ്റോ അരിസ്റ്റോട്ടിലൊക്കെ നമ്മൾ സ്കൂൾസിലൊക്കെ അല്ലെങ്കിൽ കോളേജിലൊക്കെ നമ്മൾ BA-ക്കൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ പ്ലേറ്റോ അരിസ്റ്റോട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കുറച്ച് നമ്മൾ അങ്ങനെ പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് ആര്? ഹൊറേസ്. ഹൊറേസിനെ കുറിച്ച് നമുക്ക് കോളേജിൽ പഠിക്കാനുണ്ട്. ഓക്കെ, then Quintus Horatius Flaccus, commonly known in the English speaking world as Horace. നമുക്ക് ക്വിൻറ്റസ് ഹൊറേഷ്യസ് ഫ്ലാക്കസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് അദ്ദേഹത്തിനെ വിളിക്കാൻ ഹൊറേസ് എന്ന് വിളിക്കാം, അതല്ലേ എളുപ്പമുള്ളത്. അതുകൊണ്ട് നമുക്ക് ഹൊറേസ് എന്ന് തന്നെ വിളിക്കാം. He was a leading Roman lyric poet during the time of Augustus. നോക്കൂ, he was a leading Roman lyric poet ആണ്. നേരത്തെ പറഞ്ഞവരൊക്കെ ഗ്രീക്ക് ആയിരുന്നു. നമ്മുടെ ഹൊറേസ് എവിടെയാണ്? റോമൻ ലിറിക് പോയറ്റ് ആണ് ഹൊറേസ്. ഓക്കെ, then his notable work Ars Poetica. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലേറ്റോയുടെ വർക്ക് ചെയ്തായിരുന്നു, ഒന്ന് റിപ്പബ്ലിക്കും സിംപോസിയവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സും റെട്ടറിക്കും പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഹൊറേസിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക് ഏതാണ്? ആസ് പോയറ്റിക്ക. ആസ് പോയറ്റിക്ക എന്ന് പറയുന്ന വർക്കിനകത്ത് നമുക്ക് കുറച്ച് പോയിന്റ്സ് അതിനകത്ത് പറയാനുണ്ട്. ഇൻ മീഡിയ റെസ് എന്ന് പറയുന്നൊരു ഫ്രേസ് നമുക്ക് അതിനകത്ത് കാണാം. അതേപോലെ എബ് ഒവോ എന്ന് പറയുന്നൊരു ഫ്രേസ് കാണാം. അതേപോലെ തന്നെ ഉഡ് പിക്ചറ പോയസിസ്, ഇൻ മീഡിയ റെസ് എന്ന് പറയുന്നത് ഇൻ ടു ദ മിഡിൽ ഓഫ് തിങ്സ്, മിഡിൽ ഓഫ് തിങ്സ് എന്നുള്ള ഒരു ഫ്രേസ് നമുക്ക് കാണാം. ഇത് നെറ്റ് എക്സാമിന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാവാറുണ്ട്, ഇതിന്റെ മീനിങ് ചോദിക്കാറുണ്ട്. ഇൻ ടു ദ മിഡിൽ ഓഫ് തിങ്സ്. ദെൻ എബ് ഒവോ ഫ്രം ദ ബിഗിനിങ്. എബ് ഒവോ മീൻസ് ഫ്രം ദി ബിഗിനിങ്. ദെൻ
Ut pictura poesis. As in poetry, so in painting. Okay. Ut pictura poesis. As in painting, as in painting, so in poetry. As in painting, so in poetry. As in painting, so in poetry എന്നുള്ള ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. ഇങ്ങനെ ആലോചിച്ചാൽ മതി. In media res, ab ovo and ut pictura poesis. ഇതെല്ലാം വരുന്നത് ഏതിലാണ്? ആസ് പോയറ്റിക്കകത്താണ്. അത് എഴുതിയത് ആരാണ്? നമ്മുടെ ഹൊറേസ് ആണ്. നമ്മുടെ ക്വിൻറ്റസ് ഹൊറേഷ്യസ് ഫ്ലാക്കസ് എന്ന് പറയുന്ന ഹൊറേസ് ആണ് ഈ ആസ് പോയറ്റിക്ക എഴുതിയതെന്നും കൂടി ഓർത്തിരിക്കുക. അതിനകത്ത് വരുന്ന ഈ ഫ്രേസസ് ഓർത്തിരിക്കുക. ഇൻ മീഡിയ റെസ്, ab ovo and ut pictura poesis. Then according to him, poetry is both pleasure giving and morally improving. ഒരു പോയിന്റ് ആയിട്ട് പറയാണ്, അദ്ദേഹം പറയാണ് പോയട്രീനെ കുറിച്ച്, പോയട്രി ഇസ് ബോത്ത് പ്ലഷർ ഗിവിംഗുമാണ്, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഇസ് മോറലി ഇംപ്രൂവിങ്. ഓക്കെ, നമ്മുടെ ഹൊറേസ് പറയാണ് പോയട്രി എന്ന് പറയുന്നത് പ്ലഷർ ഗിവിംഗുമാണ്, അതേപോലെ തന്നെ എന്താണ്, മോറലി ഇംപ്രൂവിംഗുമാണ് എന്നാണ് ഹൊറേസ് പറയുന്നത്. Then Horace was the chief spokesman for the ancients in the battle between the ancients and the moderns. നമുക്കറിയാം ആൻഷ്യന്റും മോഡേൺസും തമ്മിൽ എപ്പോഴും എന്താണ് ഒരു ഡിബേറ്റ് ഉണ്ടാവും. ഐ മീൻ ഒരു ഡിബേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും എന്താണ് അവർ തമ്മിൽ എപ്പോഴും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഹൊറേസ് സ്റ്റുഡ് വിത്ത് ദ ആൻഷ്യൻസ്. ആൻഷ്യൻസിന്റെ കൂടെയാണ് നമ്മുടെ ഹൊറേസ് നിന്നിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമ്മൾ ജനറേഷൻ ഒക്കെ പറയുന്ന സമയത്ത് ഓൾഡ് ജനറേഷൻ, ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഈ ഓൾഡ് ജനറേഷൻ എപ്പോഴും ന്യൂ ജനറേഷനെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ന്യൂ ജനറേഷൻ എന്ത് പറയും, നിങ്ങളുടെ കാലത്തുള്ളത് പോലെയല്ല, നമ്മുടെ കാലത്താണ് ഭയങ്കര സംഭവം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും പോലെ തന്നെയാണ് നമ്മുടെ ആൻഷ്യൻസും അതേപോലെ തന്നെ മോഡേൺസും തമ്മിൽ എപ്പോഴും എന്താണ്, ഇങ്ങനെയല്ല പോയട്രി എഴുതേണ്ടതെന്ന് ആൻഷ്യൻസ് പറയും. മോഡേൺസ് പറയും നിങ്ങൾ എഴുതിയ പോലെയല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് പോയട്രി എഴുതാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാറുണ്ട്. അതിൽ ഹൊറേസ് നമ്മുടെ ആൻഷ്യൻസിന്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ പറയുന്ന സമയത്ത് ലിറ്ററേച്ചർ ആണ്. അപ്പോൾ ആ സമയത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് പോയട്രി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കൺവെൻഷൻ ഫോളോ ചെയ്യണമെന്നാണ് ആൻഷ്യൻസ് പറയാം. ആൻഷ്യൻസിന്റെ വർക്ക്സ് ഒക്കെ ആ കൺവെൻഷൻ ഫോളോ ചെയ്തിട്ടായിരിക്കും പോയട്രിയിൽ റിഥമൊക്കെ ഉള്ള അങ്ങനെയായിരിക്കും പോയട്രി ഉണ്ടാവുക. എന്നാൽ റൈം സ്കീം ഒക്കെ നോക്കി കൃത്യമായിട്ട് ആ ട്രഡീഷൻ ഫോളോ ചെയ്തിട്ടാണ് ആൻഷ്യൻസ് പോയട്രി എഴുതുക. എന്നാൽ നമ്മുടെ മോഡേൺസിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റും കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്ന സമയത്താണ് ഈ ഒരു ഡിബേറ്റ് വരുന്നത്. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ പറഞ്ഞു ഹൊറേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ക്വിൻറ്റസ് ഹൊറേഷ്യസ് ഫ്ലാക്കസ്, കോമൺലി നോൺ ഇൻ ദ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡ് ആസ് ഹൊറേസ്. ഹി വാസ് എ ലീഡിംഗ് റോമൻ ലിറിക് പോയറ്റ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഓഗസ്റ്റസ്. റോമൻ ആണ്, അത് മറക്കരുത്, ഹൊറേസ് റോമൻ പോയറ്റ് ആണ്. ദെൻ ഹിസ് നോട്ടബിൾ വർക്ക് ആസ് പോയറ്റിക്ക, അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻ മീഡിയ റെസ്, അബ് ഓവോ, ഉഡ് പിക്ചറ പോയസിസ് എന്ന് പറഞ്ഞ ഫ്രേസസ് ഓർത്തിരിക്കുക. ദെൻ അക്കോർഡിംഗ് ടു ഹിം പോയട്രി ഈസ് ബോത്ത് pleasure giving and morally improving എന്ന് പറഞ്ഞിട്ടുണ്ട്. Then Horace was a chief spokesman for the ancients in the battle between the ancients and the moderns. Okay, then the last one, Longinus. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖമുള്ള പേരല്ല, ലോഞ്ചൈനസ്, ലോസെഞ്ചർ എന്നൊക്കെ പറയും പോലെ ലോഞ്ചൈനസ്. ഓക്കെ, then circa 213 to 273 AD ലോഞ്ചൈനസിനെ കുറിച്ച് പറയുന്ന സമയത്ത് കാസിയസ് ലോഞ്ചൈനസ് വാസ് എ ഗ്രീക്ക് റെട്ടറീഷ്യൻ ആൻഡ് ഫിലോസഫിക്കൽ ക്രിട്ടിക്. ഇദ്ദേഹവും എവിടെയാണ്? ഗ്രീക്ക് ആണ്. ലോഞ്ചൈനസ് ഗ്രീക്ക് റെട്ടറീഷ്യൻ ആൻഡ് ഫിലോസഫിക്കൽ ക്രിട്ടിക് ആണ്. ദെൻ ഹിസ് നോട്ടബിൾ വർക്ക് എന്ന് പറയുന്നത് ഓൺ ദി സബ്ലൈം, സബ്ലൈം ആണ് അദ്ദേഹത്തിന്റെ നോട്ടബിൾ വർക്ക് ആയിട്ട് പറയാനുള്ളത്. അപ്പൊ നമ്മൾ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹൊറേസിന് ശേഷമാണ് ലോഞ്ചൈനസിന്റെ ഓൺ ദ സബ്ലൈമിൽ എത്തി നിൽക്കുന്നത്. ഓക്കെ, ദെൻ ദ സോഴ്സസ് ഓഫ് ദി സബ്ലൈം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 5 പോയിന്റ്സ് പറയുന്നുണ്ട്. ഈ പോയിന്റ്സ് ആണ് അദ്ദേഹത്തിന്റെ ഈ ഓൺ ദ സബ്ലൈം എന്ന് പറയുന്ന അതിൽ സോഴ്സസ് ഓഫ് ദി സബ്ലൈം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്.
അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഗ്രാൻഡിയർ ഓഫ് തോട്ട്. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇതൊക്കെ നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. Then capacity for strong emotions. Then appropriate use of figures. Nobility of diction, dignity of composition. ഈ 5 പോയിന്റ്സ് ആണ് നമുക്ക് സോഴ്സസ് ഓഫ് ദി സബ്ലൈം എന്ന് പറഞ്ഞിട്ട് ലോഞ്ചൈനസ് പറയുന്നത്. ഇതിനകത്ത് ലോഞ്ചൈനസ് പറയുന്നത് എന്താണ്? ഒരു പോയിട്രി അല്ലെങ്കിൽ വർക്ക് ഓഫ് ആർട്ട് നമ്മൾ ലിറ്ററേച്ചറിനകത്ത് ഗ്രാൻഡിയർ ഓഫ് തോട്ട്, കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻസ്, അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ്, നോബിലിറ്റി ഓഫ് ഡിക്ഷൻ, ഡിഗ്നിറ്റി ഓഫ് കമ്പോസിഷൻ എന്ന് പറയുന്ന ഈ 5 പോയിന്റ്സ് ആണ് സോഴ്സ് ഓഫ് സബ്ലൈം ആയിട്ട് പറയുന്നത്. അത് ലോഫ്റ്റിനെസ് ഉണ്ടാവും, ലോഫ്റ്റി ആയിരിക്കും വർക്ക്സ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഒരു ഓർഡിനറി വർക്ക് ആയിരിക്കില്ല ഈ ഒരു ലിറ്ററേച്ചറിനകത്ത്. ഓർഡിനറി വർക്ക് ആവാൻ പാടില്ല. അത് എപ്പോഴും എന്തായിരിക്കണം? ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കുക, എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം വർക്ക് എന്നുള്ളതാണ് ലോഞ്ചൈനസ് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഓൺ ദ സബ്ലൈം എന്ന് പറയുന്ന വർക്കിനകത്താണ് എങ്ങനെയാണ് ഒരു ഉദാത്തമായ അല്ലെങ്കിൽ ഏറ്റവും മഹാത്മ്യമുള്ള ഒരു വർക്കായിട്ട് നമുക്ക് എങ്ങനെ ലിറ്ററേച്ചറിനെ മാറ്റാൻ പറ്റും, ലിറ്റററി വർക്ക് എങ്ങനെയാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രയും എലിവേറ്റഡ് ആയിട്ട് നിൽക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് ഈ ഓൺ ദ സബ്ലൈം എന്ന് പറയുന്ന വർക്കിനകത്ത് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. യെസ്, ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഇതിൽ നമുക്ക് തുടങ്ങിയത് നമ്മൾ പ്ലേറ്റോയിൽ നിന്നാണ് അല്ലേ? പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹൊറേസ്, ലോഞ്ചൈനസ്. 1, 2, 3 and 4 ഈ 4 പേരുടെ വർക്ക്സ് നമ്മൾ ഇപ്പൊ തന്നെ പഠിക്കുകയാണ്. നോക്കിക്കോ, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹൊറേസ്, ലോഞ്ചൈനസ്. പ്ലേറ്റോയുടെ വർക്ക് ഏതായിരുന്നു? ഫസ്റ്റ് വൺ ദ റിപ്പബ്ലിക്കും സിംപോസിയവും. ഓക്കെ, അരിസ്റ്റോട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഏതൊക്കെയാണ്? പോയറ്റിക്സും റെട്ടറിക്കും. ദെൻ ഹൊറേസിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട വർക്കാണ് ആസ് പോയറ്റിക്ക. ദെൻ ലോഞ്ചൈനസിലേക്ക് വരുന്ന സമയത്ത് ഓൺ ദി സബ്ലൈം. ഓക്കെ, ഈ പോയിന്റ്സ് ഇതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ഈ വർക്ക്സിനെ കുറിച്ചുള്ള നല്ല ഐഡിയയും നിങ്ങൾക്ക് ലിറ്റററി ക്രിറ്റിസിസം, ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസം പഠിക്കുന്ന സമയത്ത് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹൊറേസ്, ലോഞ്ചൈനസിനെ പഠിക്കുമ്പോൾ ദ റിപ്പബ്ലിക് ആൻഡ് സിംപോസിയം, പോയറ്റിക്സ് ആൻഡ് റെട്ടറിക്, ആസ് പോയറ്റിക്ക, ഓൺ ദ സബ്ലൈം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് ലിറ്റററി ക്രിറ്റിസിസത്തിനകത്ത് പഠിച്ചിരിക്കണം. ക്ലാസിക്കൽ ലിറ്റററി ക്രിറ്റിസിസത്തിനകത്ത് പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് ആണ്. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എയ്ഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നെക്സ്റ്റ് 2024 ജൂണിലേക്ക് നിങ്ങൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ UGC NET ഓറിയന്റേഷൻ ക്ലാസ് നമ്മുടെ എയ്ഫർ എഡ്യൂക്കേഷന്റെ അനീസ് പൂവത്തി സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ അത് ജനുവരി 13-ാം തീയതി, ഈ മാസമാണ്, കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ജനുവരി 13-ാം തീയതി ശനിയാഴ്ച 9 മണി മുതൽ 2 മണി വരെ MSS ഓഡിറ്റോറിയം, കാലിക്കറ്റ് MSS ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു ഫ്രീ ഓറിയന്റേഷൻ ക്ലാസ് UGC NET JRFന് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഗെറ്റ് JRF ഇൻ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഓക്കെ, വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ UGC NET സിലബസ് എന്നുള്ളതാണ്. അതേപോലെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ആ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിനകത്ത് ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് അതൊക്കെ ഫ്രീ ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ, ഐ മീൻ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് രജിസ്റ്റർ ചെയ്യേണ്ട നമ്പർ നിങ്ങൾ ജസ്റ്റ് വിളിച്ചാൽ മതി. 8129100301 എന്നുള്ള നമ്പറിലേക്ക്. ഞാൻ ഒന്നുകൂടി പറയാം, 8129100301 എന്നുള്ള നമ്പറിലേക്ക് നമ്മുടെ ഈ UGC നെറ്റിന്റെ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പൊ ജനുവരി 13-ന് നമുക്ക് MSS ഓഡിറ്റോറിയം, കാലിക്കറ്റിൽ ഉള്ള ഓഡിറ്റോറിയത്തിൽ 9 മണിയാവുമ്പോൾ നിങ്ങൾ എല്ലാവരും വരിക. നമുക്കൊരു ഫ്രീ ഓറിയന്റേഷൻ ക്ലാസ് ആണ് എയ്ഫർ ഒരുക്കുന്നത്. ഓക്കെ, താങ്ക് യു.